ദുബായിൽ നടന്ന ഓർമ്മ കേരളോത്സവ വേദിയിൽ വെച്ച് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ രാഷ്ട്രീയ ലോകത്ത് ശ്രദ്ധേയമായിരിക്കുകയാണ്. മുഖ്യമന്ത്രി വീണ്ടും മുഖ്യമന്ത്രിയായി മടങ്ങിയെത്തുന്നതിനുള്ള സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞ MA യൂസഫ് അലി തനിക്ക് രാഷ്ട്രീയം അറിയില്ലെന്ന് പറഞ്ഞ് ഉടൻ തന്നെ തന്റെ പരാമർശം പൂർത്തിയാക്കുകയായിരുന്നു. രാഷ്ട്രീയക്കാർ അവരുടെ ജീവിതം പൊതുസേവനത്തിനായി ഉഴിഞ്ഞുവെച്ചവരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ പരാമർശം കിഫ്ബി മസാല ബോണ്ട് വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ നോട്ടീസ് ലഭിച്ച ഈ സാഹചര്യത്തിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. ദുബായ് സന്ദർശനത്തിനിടയിൽ പൊതുപരിപാടിയിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട ED നോട്ടീസിനെ കുറിച്ച് നേരിട്ട് ഒരക്ഷരം പോലും പരാമർശിക്കാതെയാണ് സംസാരിച്ചത്. പകരം കിഫ്ബിയിലൂടെ സംസ്ഥാനം കൈവരിച്ച വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് ശക്തമായ പ്രതിരോധം തീർക്കാൻ അദ്ദേഹം ശ്രമിച്ചു. സംസ്ഥാനത്തിന്റെ പശ്ചാത്തല അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കിഫ്ബി വഴി 96,000 കോടി രൂപ ചെലവഴിച്ചു എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളം ഇന്ന് സ്റ്റാർട്ടപ്പുകളുടെ പറുദീസയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്തിന്റെ നിലവിലെ നേട്ടങ്ങൾക്കെല്ലാം കാരണം തുടർഭരണമാണ്. ഈ തുടർച്ചയാണ് വികസന പ്രവർത്തനങ്ങൾക്ക് വേഗത നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. കിഫ്ബി പണം ഉപയോഗിച്ചാണ് ദേശീയപാത വികസനത്തിന് മാത്രം 5,600 കോടി രൂപ നൽകിയതെന്നും മുഖ്യമന്ത്രി പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. 2016 സംസ്ഥാനത്തെ ആരോഗ്യരംഗം ഒരു ദുരവസ്ഥയിലായിരുന്നുവെന്നും എന്നാൽ തുടർഭരണമാണ് ഇന്ന് കാണുന്ന നേട്ടങ്ങൾ നേടാൻ കേരളത്തെ സഹായിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കിഫ്ബി വഴി ലഭിച്ച തുകയുടെ തെളിവുകൾ കേരളത്തിൽ നോക്കിയാൽ കാണാമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യുന്നവർക്ക് വസ്തുതാപരമായ മറുപടിയാണ് ഈ വികസന നേട്ടങ്ങളിലൂടെ നൽകുന്നതെന്നും അദ്ദേഹം പരോക്ഷമായി സൂചിപ്പിച്ചു. കേരളത്തിന്റെ വികസനത്തിനായി എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ പ്രാധാന്യവും മുഖ്യമന്ത്രി ഊന്നി പറഞ്ഞു. ലോക കേരള സഭയോട് സഹകരിക്കാൻ നേരത്തെ ചിലർ വിമുഖത കാണിച്ചിരുന്നു. എന്നാൽ ഇനി ആ ബുദ്ധിമോശം ആവർത്തിക്കില്ലെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത ലോക കേരള സഭ നടക്കാൻ പോകുന്നത് സൂചിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ പരാമർശം നടത്തിയത്. പ്രവാസികളുടെ പിന്തുണയും സഹകരണവും സംസ്ഥാനത്തിന്റെ വികസനത്തിന് അനിവാര്യമാണെന്ന സന്ദേശമാണ് അദ്ദേഹം ഇതിലൂടെ നൽകിയത്. കിഫ്ബി മസാല ബോണ്ടിലെ ED നോട്ടീസിന് ഒരു ഇലക്ഷൻ ഡ്രാമ ആയിട്ടാണ് CPM കാണുന്നത്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാൻ ശ്രമിക്കുന്നു എന്ന ആരോപണമാണ് പാർട്ടി ഉയർത്തുന്നത്. EDയുടെ ഈ നീക്കത്തെ തിരുമ്പും ഭയമില്ലാതെ ഇരട്ടച്ചങ്കോടെ നേരിടാൻ തന്നെയാണ് മുഖ്യമന്ത്രിയും CPM നേതാവും തീരുമാനിച്ചിരിക്കുന്നത്. ദുബായിലെ പൊതുവേദിയിൽ മുഖ്യമന്ത്രി ED നോട്ടീസിനെ കുറിച്ച് മിണ്ടാതിരുന്നതും കിഫ്ബിയുടെ നേട്ടങ്ങൾ മാത്രം എടുത്തു പറഞ്ഞതും ഈ പ്രതിരോധ തന്ത്രത്തിന്റെ ഭാഗമായാണെന്ന് വിലയിരുത്തപ്പെടുന്നത്. കിഫ്ബി CEO KM എബ്രഹാം തന്നെ ഫെമ ചട്ടം ലംഘിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കി വിശദീകരണക്കുറിപ്പ് നൽകിയിരുന്നു. ഏത് പരിശോധനയ്ക്കും തയ്യാറാണെന്ന കിഫ്ബി CEOയുടെ പ്രസ്താവന CPMന് കൂടുതൽ ആത്മവിശ്വാസം നൽകി. ഈ നിയമപരമായ പ്രതിരോധത്തിനൊപ്പം മുഖ്യമന്ത്രി നേരിട്ട് വികസന കണക്കുകൾ നിരത്തി ജനങ്ങൾക്ക് മുന്നിൽ രാഷ്ട്രീയ പ്രതിരോധം തീർക്കുക എന്ന നയമാണ് പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത്. കിഫ്ബിയിലൂടെയുള്ള വികസന മുന്നേറ്റം തടയാനും തുടർഭരണത്തിലൂടെ കേരളം നേടിയെടുത്ത നേട്ടങ്ങളെ ഇല്ലാതാക്കാനും കേന്ദ്ര ഏജൻസികൾ ശ്രമിക്കുന്നു എന്ന പ്രചാരണമാണ് CPM നടത്തുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കാനും കേരള വിരുദ്ധ വികാരം ആളിക്കത്തിക്കാനും പാർട്ടി ലക്ഷ്യമിടുന്നു. ED നോട്ടീസിലെ നിയമപരമായ തർക്കങ്ങളെക്കാൾ അതിന്റെ രാഷ്ട്രീയപരമായ സമയക്രമത്തിലാണ് CPM ഊന്നൽ നൽകുന്നത്. മുഖ്യമന്ത്രിയുടെയും യൂസഫ് അലിയുടെയും ദുബായിലെ പരാമർശങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് സംസ്ഥാന ഭരണകൂടത്തിന്റെ ആത്മവിശ്വാസം പ്രകടമാക്കുന്നതായി വിലയിരുത്തപ്പെടുന്നു.